ക്രൊയേഷ്യയിൽ 1856 ജനിച്ച നിക്കോള ടെസ്ല ഒരു ശാസ്ത്രജ്ഞനായിരുന്നു. പഠനവൈകല്യം ഉള്ള വ്യക്തിയായിരുന്നു ടെസ്ല. ഫോട്ടോഗ്രാഫിക് മെമ്മറിയും ഒന്നിലധികം ഭാഷകളിൽ പ്രാവീണ്യമുള്ളയാളായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വിപ്ലവകരമായ പല കണ്ടുപിടുത്തങ്ങൾ നടത്തി. നമ്മൾ ഇന്നും ഉപയോഗിക്കുന്ന ഓൾട്ടർനേറ്റിംഗ് കറന്റ് ടെസ്ല നമുക്ക് നൽകി. തോമസ് ആൽവ എഡിസൺ കണ്ടുപിടിച്ച DC കറന്റിനേക്കാൾ ടെസ്ലയുടെ AC-ക്ക് ദീർഘദൂരം സഞ്ചരിക്കാനും മുഴുവൻ നഗരങ്ങളിലും വൈദ്യുതി നൽകാനും കഴിയും. ആക്കോയ്ക്ക് മുമ്പ് വയർലെസ് ട്രാൻസ്മിഷൻ, റേഡിയോ ടെക്നോളജി എന്നിവയും അദ്ദേഹം വികസിപ്പിച്ചെടുത്തു. കൂടാതെ ആദ്യകാല എക്സ്-റേ ഇമേജിംഗ് പോലും കണ്ടെത്തി. എഡിസണുമായുള്ള ടെസ്ലയുടെ മത്സരം ദ വാർ ഓഫ് കറന്റ്സ് എന്നറിയപ്പെട്ടു. എഡിസൺ ടെസ്ലയുടെ ഓൾട്ടർനേറ്റീവ് കറന്റ് അപകടകരമാണെന്ന് തെളിയിക്കാൻ ശ്രമിച്ചു. പൊതുസ്ഥലങ്ങളിൽ മൃഗങ്ങളെ വൈദ്യുതാഘാതമേൽപ്പിക്കാൻ പോലും ഉപയോഗിച്ചു. എന്നാൽ അവസാനം ടെസ്ലയുടെ സിസ്റ്റം ഇന്ന് നമ്മുടെ ലോകത്തെ ജയിക്കുകയും ശക്തിപ്പെടുകയും ചെയ്യുന്നു. വയർലെസ് ആയി ബന്ധിപ്പിച്ചിരിക്കുന്ന ഒരു ലോകത്തെയാണ് ടെസ്ല സ്വപ്നം കണ്ടത്. ന്യൂയോർക്കിലെ അദ്ദേഹത്തിന്റെ വാർഡൻക്ലിഫ് ടവർ ലോകമെമ്പാടും ഊർജ്ജം പകരാൻ ഉദ്ദേശിച്ചുള്ളതാണ്. എന്നാൽ അദ്ദേഹത്തിന്റെ ഫണ്ടിംഗ് വെട്ടിക്കുറച്ചു. വാർഡൻക്ലിഫ് ടവർ തകർക്കപ്പെട്ടു. വൻകിട ഊർജ്ജ കമ്പനികളുടെ ലാഭത്തിന് ഇത് ഭീഷണിയാകുമെന്ന് കരുതി ടവർ തകർത്തു എന്ന് ചിലർ പറയുന്നു. 1943 ടെസ്ല മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ പല പേപ്പറുകളും FBI പിടിച്ചെടുത്തു. ഡെത്ത് റേസ്, എർത്ത്ക്വേക്ക് മെഷീൻസ് തുടങ്ങിയ വിഷയങ്ങളിൽ അദ്ദേഹം ഗവേഷണം നടത്തിയിരുന്നതായി ഇന്നും ചിലർ വിശ്വസിക്കുന്നു. ടെസ്ല ദരിദ്രനായി മരിച്ചു. എന്നിട്ടും അദ്ദേഹത്തിന്റെ ആശയങ്ങൾ ആധുനിക ലോകത്തെ ശക്തിപ്പെടുത്തുന്നു. സ്മാർട്ട്ഫോണുകൾ മുതൽ പുനരുപയോഗിക്കാവുന്ന ഊർജ്ജം വരെ അദ്ദേഹത്തിന്റെ ഗവേഷണത്തിന്റെ കൈകളുണ്ട്. പിന്നെ എന്തുകൊണ്ടാണ് ലോകം ടെസ്ലയെ മറന്നത്? അതോ ലോകം അവന്റെ പ്രതിഭയ്ക്ക് തയ്യാറായില്ലേ? നിക്കോള ടെസ്ല ഒരു ലെജൻഡ് അല്ലേ? നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയുക.